നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാറുണ്ട്. ചിലപ്പോൾ കോൾ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ സെർച്ച് ചെയ്ത് കാണാനായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്ക് ഒന്ന് നോക്കാനായിരിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയായിരിക്കും. എന്തിനെങ്കിലും ആണെങ്കിലും അവർ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ അവർ നമ്മുടെ മൊബൈലിൽ ചിലപ്പോൾ ഗാലറി തുറന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ കാണും. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ ചെക്ക് ചെയ്യും, ആർക്കൊക്കെ മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ ആരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നൊക്കെ അവർക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റകളൊക്കെ അവർക്ക് നമ്മുടെ മൊബൈൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നോക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ മൊബൈൽ കൊടുക്കുന്ന സമയത്ത് എന്തിനാണ് അവർ മൊബൈൽ ആവശ്യപ്പെട്ടത്, ആ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊന്നും അവർക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് ചെയ്യാൻ സാധിക്കില്ല. ആ രൂപത്തിൽ നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ. ഇതിനായിട്ട് ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ മൊബൈലിൽ തന്നെ അതിനുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് നമ്മൾ ഓണാക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അവരെന്തിനാണ് നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിയത്, ആ ആവശ്യങ്ങളല്ലാതെ വേറൊരു കാര്യത്തിനും മൊബൈൽ അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെയാണ് ആ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ കുറച്ച് താഴെയായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം അതർ സെക്യൂരിറ്റി സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിൻ വിൻഡോസ് എന്നൊരു ഓപ്ഷൻ. ഇത് നിങ്ങൾ ഓണാക്കിയിടുക. ഇത് ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും മൊബൈൽ എന്തിനാണ് വാങ്ങുന്നത് ആ കാര്യം മാത്രം നിങ്ങൾ ഓണാക്കി കൊടുത്താൽ മതി. ഉദാഹരണത്തിന് ഇപ്പോൾ അവർ കോൾ ചെയ്യാനാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഈ കോളിൻ്റെ ഓപ്ഷൻ മാത്രം അവർക്ക് ഓണാക്കി കൊടുത്താൽ മതി. അതെങ്ങനെയാണ് ഓണാക്കുക? ഇപ്പോൾ ഞാനിപ്പോൾ അത് ഓണാക്കിയിട്ടുണ്ട്. അത് നമ്മളിവിടെ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിപ്പോൾ ഇങ്ങനെ വരുമല്ലോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഫോണിൻ്റെ ചിത്രത്തിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ പിൻ ദിസ് ആപ്പ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഇനി അവർക്ക് ഫോൺ ചെയ്യണമെങ്കിൽ ഇവിടെ റീസെൻറ്റ് ബട്ടൺ, കീപാഡ്, കോണ്ടാക്റ്റ് എന്നത് മാത്രമേ അവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് വരാൻ സാധിക്കില്ല. റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും വർക്ക് ചെയ്യില്ല. ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും വർക്ക് ചെയ്യില്ല. അവർക്ക് അവരെന്തിനാണ് ആവശ്യപ്പെട്ടത്, ഫോൺ ചെയ്യാനാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ മാത്രം നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എങ്ങനെയായാലും ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. ഇനി നമ്മുടെ കയ്യിൽ മൊബൈൽ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെങ്ങനെ ഇതിൽ നിന്നും ബാക്ക് വരാൻ സാധിക്കും, പഴയതുപോലെ തന്നെ എങ്ങനെ മൊബൈൽ യൂസ് ചെയ്യാൻ സാധിക്കും, അത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഈ റീസെൻറ്റ് ബട്ടണും ബാക്ക് ബട്ടണും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യുക. ഇപ്പോൾ പഴയതുപോലെ തന്നെ മൊബൈലായിട്ടുണ്ടാകും. നമുക്കിനൊന്ന് ബാക്ക് വന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ബാക്ക് വരാൻ സാധിക്കുന്നുണ്ട്. പഴയതുപോലെ മൊബൈൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. നമ്മളിപ്പോൾ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളറിയാതെ തന്നെ ബാക്ക് വന്ന്, അതായത് ഈ റീസെൻറ്റ് ബട്ടണും ബാക്ക് ബട്ടണും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്തിട്ട് അവർക്ക് ബാക്ക് വന്ന് നമ്മുടെ ഗാലറിയും മറ്റും ഓപ്പൺ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ മൊബൈൽ യൂസ് ചെയ്യാനും സാധിക്കും. അതിനായിട്ട് നമ്മൾ അവർക്കൊരു പണി കൊടുക്കാം. നമുക്ക് അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിൽ പോയതിന് ശേഷം നേരത്തെ കണ്ട അതേ ഓപ്ഷൻ ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നേരത്തെ ഓപ്പൺ ചെയ്ത അതർ സെക്യൂരിറ്റി സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ആ പിൻ വിൻഡോസ് എന്ന ഭാഗത്തുള്ള ആ എഴുത്തിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ആസ്ക് ഫോർ പാറ്റേൺ ബിഫോർ അൺപിന്നിങ്. അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി അവർക്ക് റീസെൻറ്റ് ബട്ടണും ബാക്ക് ബട്ടണും ഉപയോഗിച്ച് ഇത് ഓപ്പണാക്കി ബാക്ക് വരാൻ സാധിക്കില്ല. നമ്മൾ ഈ മൊബൈലിൽ എന്താണ് പാറ്റേൺ കൊടുത്തിട്ടുള്ളത് ആ പാറ്റേൺ കൂടി എൻ്റർ ചെയ്താൽ മാത്രമേ അവർക്ക് ബാക്ക് വരാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നേരത്തെ കണ്ട അതേ ഓപ്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അവർ ബാക്ക് ബട്ടൺ ഉപയോഗിക്കുന്നുണ്ട്, അതൊന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി ബാക്ക് ബട്ടണും റീസെൻറ്റ് ബട്ടണും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യാണ്. ഇപ്പോൾ ഒരുമിച്ച് പ്രസ് ചെയ്തു, പക്ഷേ ആപ്പ് അൺപിന്ന് ആകുന്നില്ല. നമുക്ക് വീണ്ടും
അതിൻ്റെ നമ്മുടെ മൊബൈലിൻ്റെ പാറ്റേൺ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്ന് ബാക്ക് വരാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പാറ്റേൺ ഒരിക്കലും അവർക്ക് അറിവുള്ളതായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുത്ത ആ ഒരു ഓപ്ഷനിൽ മാത്രമേ അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.